Dear students, we are continuing with the chapter Molecular Basis of Inheritance. So, in that chapter, first we can see the search for genetic material. ഈ പോർഷനിൽ കംപ്ലീറ്റ് പറയുന്നത് ജനറ്റിക് മെറ്റീരിയലിനെ എങ്ങനെയാണ് ഏതൊക്കെ എക്സ്പെരിമെന്റ്സ് വഴിയാണ് കണ്ടുപിടിച്ചത്, ഏതൊക്കെ സയൻറ്റിസ്റ്റ് ആണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്, എന്തൊക്കെ സ്പെസിമെൻസ് ആണ് യൂസ് ചെയ്തത്, ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ്, ഗ്രിഫിത്ത്സ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെൻറ്റ്. ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന സയൻറ്റിസ്റ്റിൻ്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് ആദ്യം കാണുന്നത്. അതാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ട എക്സ്പെരിമെൻറ്റ്. സോ 1928 എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. ഹി യൂസ്ഡ് മൈസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആസ് സ്പെസിമെൻസ്. എക്സ്പെരിമെൻറ്റിൻ്റെ സ്പെസിമെൻസ് മൗസും സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയാണ്. ദെൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. അത് രണ്ട് തരം സ്ട്രെയിൻസിൽ കാണാം. സ്മൂത്ത് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ഗ്രൂപ്പ് ഉണ്ട്, റഫ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ഗ്രൂപ്പ് ഉണ്ട്. ഇത് രണ്ടും നമ്മളെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് കാണാം. സ്മൂത്ത് എസ്ട്രെയിൻ വിറുലൻ്റ് ആണ്. ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് ഡെഡ്ലി, ഇറ്റ് ക്യാൻ കോസ് ഡെത്ത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണ് സ്മൂത്ത് ആയത്? ഇറ്റ് ഹാസ് എ പോളിസാക്കറൈഡ് മ്യൂക്കസ് കോട്ട്. പോളിസാക്കറൈഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മ്യൂക്കസ് കോട്ട് സ്മൂത്ത് ഗ്രൂപ്പിൻ്റെ പുറത്തുണ്ട്. റഫ് സ്ട്രെയിനിലാണെങ്കിലോ ഇറ്റ് ഈസ് നോൺ വിറുലൻ്റ്, ദറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഡെഡ്ലി, ഇറ്റ് കനോട്ട് കോസ് ഡിസീസ്. അവിടെ മ്യൂക്കസ് കോട്ട് ആബ്സെൻ്റ് ആണ്, ഇറ്റ് ഡു നോട്ട് കോസ് ന്യൂമോണിയ. ഇനി ഈ രണ്ട് സ്ട്രെയിനെയും, സ്മൂത്തിനെ നമ്മൾ എസ് സ്ട്രെയിൻ എന്നും റഫിനെ ആർ സ്ട്രെയിൻ എന്നാണ് ഈ എക്സ്പെരിമെൻറ്റിൽ മുഴുവൻ ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് വാട്ട് ഹി ഡിഡ്, ഇതാണ് എക്സ്പെരിമെൻറ്റ്. ഫസ്റ്റ് ഹി ടുക്ക് ലൈവ് എസ് സ്ട്രെയിൻ ഇൻ ദ സിറിഞ്ച് ആൻഡ് ഇൻജക്റ്റഡ് ഇൻ ടു മൗസ്. ദെൻ മൗസ് ഡൈഡ് ഓഫ് ന്യൂമോണിയ. അസുഖം വന്ന് ന്യൂമോണിയ വന്ന് മൗസ് മരിച്ചു. സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ ഹി ടുക്ക് ലൈവ് ആർ സ്ട്രെയിൻ ഇൻ ദ സിറിഞ്ച് ആൻഡ് ഇൻജക്റ്റഡ് ഇൻ ടു മൗസ്. മൗസ് ലിവ്ഡ്. എസ് സ്ട്രെയിനിന് മാത്രമേ ന്യൂമോണിയ ഉണ്ടാക്കാൻ സാധിക്കുള്ളായിരുന്നു, അതുകൊണ്ട് എസ് സ്ട്രെയിൻ ഇൻജക്ട് ചെയ്ത മൗസ് മരിച്ചു. ആർ സ്ട്രെയിനിന് ന്യൂമോണിയ ഉണ്ടാക്കാൻ സാധിക്കില്ല, നോൺ വിറുലൻ്റ് ആണ്, അതുകൊണ്ട് മൗസ് മരിച്ചില്ല, ഇറ്റ് ലിവ്ഡ്. ദെൻ വാട്ട് ഹി ഡിഡ്, ഹി ഹീറ്റ് കിൽഡ് ദ എസ് സ്ട്രെയിൻ. എസ് സ്ട്രെയിനെ ചൂട് കൊടുത്ത് നശിപ്പിച്ചു. ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനെ അദ്ദേഹം വീണ്ടും സിറിഞ്ചിലെടുത്ത് ഒരു വേറെ മൗസിൽ ഇൻജക്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? മൗസ് ലിവ്ഡ്. ഹീറ്റ് കിൽഡ് ആയതുകൊണ്ട് എസ് സ്ട്രെയിനിന് ന്യൂമോണിയ ഉണ്ടാക്കാൻ സാധിച്ചില്ല, പക്ഷേ അതുകൊണ്ട് മൗസ് ജീവിച്ചു, അസുഖം ഉണ്ടായില്ല മൗസിന്. ദെൻ ഇൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഹി മിക്സ്ഡ് ദ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ വിത്ത് ലൈവ് ആർ സ്ട്രെയിൻ. അദ്ദേഹം ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനും ലൈവ് ആയിട്ടുള്ള ആർ സ്ട്രെയിനും മിക്സ് ചെയ്തു. എന്നിട്ട് ആ മിക്സ്ചർ സിറിഞ്ചിലെടുത്ത് മൗസിൽ ഇൻജക്ട് ചെയ്തു. അപ്പം മൗസ് ഡൈഡ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ, എന്തോ ഒരു ചേഞ്ച് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. He concluded that some transforming principle transferred from heat-killed S strain to R strain. എന്തോ ഒരു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ട്രാൻസ്ഫർ ചെയ്ത സബ്സ്റ്റൻസ് എന്താണോ അതാണ് ആർ സ്ട്രെയിനിനെ വിറുലൻ്റ് ആക്കി മാറ്റിയതെന്നും ആർ സ്ട്രെയിനിൻ്റെ പുറത്ത് പോളിസാക്കറൈഡ് കോട്ട് ഫോം ചെയ്യിപ്പിച്ചതും എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ദിസ് ഈസ് ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ ആണ് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഇതിനെ തുടർന്ന് എന്താണ് ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ അതിൻ്റെ ബയോകെമിക്കൽ നേച്ചറാണ് എന്താണ്, ഏത് മോളിക്യൂളാണ് ഇതിന് ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന് സഹായകമായത് എന്നൊക്കെ കണ്ടുപിടിച്ചത് വേറെ 3 സയൻറ്റിസ്റ്റാണ്. ഓസ്വാൾഡ് എവറി, കോളിൻ മാക്ലിയോഡ്, മാക്ലിൻ മെക്കാർട്ടി. ഈ 3 സയൻറ്റിസ്റ്റാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിലെ ബയോകെമിക്കൽ നേച്ചർ കണ്ടുപിടിക്കാൻ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ എസ് സെൽസിൻ്റെ അല്ലെങ്കിൽ എസ് സ്ട്രെയിനിൻ്റെ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൻ്റെ സെൽസിനെ പ്യൂരിഫൈ ചെയ്തു വിത്ത് സ്യൂട്ടബിൾ എൻസൈംസ്. അവർ ആദ്യം തന്നെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമും RNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമും ഈ സബ്സ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ എസ് സെല്ലിൻ്റെ സെൽസിലേക്ക് കൊടുത്തു. പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോട്ടിയേസ് എന്ന എൻസൈമും RNA ഡൈജസ്റ്റ് ചെയ്യുന്ന RNase എൻസൈമും കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായും പ്രോട്ടീൻ ഡൈജസ്റ്റഡ് ആയിട്ടുണ്ടാവും, RNA ഡൈജസ്റ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് രണ്ടും ഡൈജസ്റ്റഡ് ആയിട്ടും ട്രാൻസ്ഫോർമേഷൻ നടന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലായി ദ സബ്സ്റ്റൻസ്, ദ ട്രാൻസ്ഫോമിംഗ് സബ്സ്റ്റൻസ് ഈസ് നോട്ട് പ്രോട്ടീൻ ഓർ RNA. പ്രോട്ടീനും അല്ല RNA അല്ല എന്ന് മനസ്സിലായി. ദെൻ വാട്ട് ദേ ഡിഡ്, അവരെന്ത് ചെയ്തു, വീണ്ടും DNase എന്ന എൻസൈം കൊടുത്തു.
അപ്പോൾ ഡി എൻ എ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ്. വെൻ ഡി എൻ എസ് വാസ് ഗിവൺ ടു ദിസ് സബ്സ്റ്റൻസ് ഇറ്റ് ഇൻഹിബിറ്റഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഡി എൻ എസ് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഡി എൻ എ ഡൈജസ്റ്റഡ് ആയപ്പോൾ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് നടന്നില്ല. അതിൽ നിന്ന് ദേ കൺക്ലൂഡഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഡി എൻ എ വിച്ച് കോസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആർ സെൽസ് ടു എസ് സെൽസ്. ഡി എൻ എ ആണ് ആർ സ്ട്രെയിനിനെ എസ് സ്ട്രെയിൻ ആക്കി മാറ്റിയത് എന്ന് മനസ്സിലായി. അതും അല്ലെങ്കിൽ ഫ്രെഡറിക് ഗ്രിഫിത്ത് പറഞ്ഞ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡി എൻ എ ആണെന്ന് ഈ 3 സയൻറ്റിസ്റ്റും കണ്ടുപിടിച്ചു. ഇനി തേർഡ് എക്സ്പെരിമെന്റ്, ഇതിൻ്റെ ഒരു കൺഫർമേഷൻ ആയിട്ടുള്ള തേർഡ് എക്സ്പെരിമെന്റ് ആണ് ഹെർഷേ ചേസ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ബ്ലെൻഡർ എക്സ്പെരിമെന്റ്. അപ്പോൾ ഹെർഷേയും ചേസും ഈ 2 സയൻറ്റിസ്റ്റും നടത്തിയ എക്സ്പെരിമെന്റ് ആണ്. അവർ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് സ്പെസിമെനായിട്ട് യൂസ് ചെയ്തത് ബാക്ടീരിയോഫേജ് വൈറസ് ആണ്. സോ വാട്ട് ഇസ് എ ബാക്ടീരിയോഫേജ്? ഇറ്റ് ഇസ് എ വൈറസ് വിച്ച് ഇൻഫെക്ട് ബാക്ടീരിയ. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. താഴെ നിങ്ങൾക്ക് ബാക്ടീരിയോഫേജിനെ കാണാം. ദിസ് ഇസ് ദ ബാക്ടീരിയോഫേജ്. അപ്പോൾ ബാക്ടീരിയോഫേജ് വൈറസിന്റെ 2 കോളനീസ് എടുത്തു. ഒരു ബാക്ടീരിയോഫേജ് ഗ്രൂപ്പിനെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള ഒരു മീഡിയത്തിൽ ഗ്രോ ചെയ്യാൻ വിട്ടു. അടുത്ത ഗ്രൂപ്പിനെ റേഡിയോ ആക്റ്റീവ് സൾഫർ ഉള്ള മീഡിയത്തിൽ ഗ്രോ ചെയ്യാൻ വിട്ടു. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിൽ ഗ്രോ ചെയ്ത ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ വൈറസസിന്റെ ഡി എൻ എ റേഡിയോ ആക്റ്റീവ് ആയിട്ട് മാറി. കാരണം എന്താ? ഡി എൻ എയുടെ ന്യൂക്ലിയോടൈഡിന്റെ ഒരു കമ്പോണന്റ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഫോസ്ഫറസ് സ്വാഭാവികമായും മീഡിയത്തിൽ നിന്ന് എടുത്തതുകൊണ്ട് അതിലുള്ള ഡി എൻ എ റേഡിയോ ആക്റ്റീവായി മാറി. ഇനി റേഡിയോ ആക്റ്റീവ് സൾഫറിൽ ഗ്രോ ചെയ്ത വൈറസസിന്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായി മാറി. അപ്പോൾ നമുക്ക് 2 തരം ബാക്ടീരിയോഫേജസിന് കിട്ടി. ഒരു ഗ്രൂപ്പിന്റെ ഡി എൻ എ റേഡിയോ ആക്റ്റീവ് ആയി, അവർ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിൽ വളർന്ന ബാക്ടീരിയോഫേജസ് ആണ്. അടുത്ത ഗ്രൂപ്പിന്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായി മാറി, അവർ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ ഗ്രോ ചെയ്തതാണ്. ഇനി ഈ 2 പ്രിപ്പറേഷൻസും, അതായത് റേഡിയോ ആക്റ്റീവ് ഡി എൻ എ ഉള്ള ബാക്ടീരിയോഫേജും റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ കോട്ടുള്ള ബാക്ടീരിയോഫേജും സെപ്പറേറ്റ്ലി ഈ കോളൈ അല്ലെങ്കിൽ എസ്ക്രീഷ്യ കോളൈ എന്ന ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യാൻ വിട്ടു. ആഫ്റ്റർ ഇൻഫെക്ഷൻ ഈ കോളൈ സെൽസ് വർ ജെന്റ്ലി എജിറ്റേറ്റഡ് ഇൻ എ ബ്ലെൻഡർ. ബ്ലെൻഡറിൽ എജിറ്റേറ്റ് ചെയ്തു, സ്റ്റിർ ചെയ്ത് വൈറസ് പാർട്ടിക്കിൾസും ബാക്ടീരിയൽ പാർട്ടിക്കിൾസും സെപ്പറേറ്റ് ചെയ്തു. ദെൻ ദ കൾച്ചർ വാസ് സെൻട്രിഫ്യൂഗ്. അപ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്ത കൾച്ചറിനെ സെൻട്രിഫ്യൂഗ് ചെയ്തു. സെൻട്രിഫ്യൂഗൽ ട്യൂബിൽ സെൻട്രിഫ്യൂഗ് ചെയ്തപ്പോൾ ലൈറ്റർ ആയിട്ടുള്ള വൈറസ് പാർട്ടിക്കിൾസ് മുകളിൽ കിടന്നു, താഴെ ഹെവിയർ ആയിട്ടുള്ള ബാക്ടീരിയൽ സെൽസ് കിടന്നു. ഇനി ഈ രണ്ട് ഗ്രൂപ്പും സെപ്പറേറ്റ് ആയിട്ടാണ് അജിറ്റേറ്റ് ചെയ്തതും സെൻട്രിഫ്യൂഗ് ചെയ്തതും. അപ്പോൾ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് എടുത്തപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ് ഹാവിങ് റേഡിയോ ആക്റ്റീവ് ഡി എൻ എ വർ റേഡിയോ ആക്റ്റീവ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് വൈറസ് ഇൻഫെക്ട് ചെയ്ത ബാക്ടീരിയ അവരുടെ ഡി എൻ എ റേഡിയോ ആക്റ്റീവായി മാറി. കാരണം ഇൻഫെക്ഷൻ നടക്കുമ്പോൾ ഡി എൻ എ ആണ് ബാക്ടീരിയയുടെ അകത്തേക്ക് കൊടുക്കുന്നത്, പ്രോട്ടീൻ കോട്ട് ബാക്ടീരിയയുടെ പുറത്താണ് നിൽക്കുക എന്ന് മനസ്സിലായി. ഇനി റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ഉള്ള വൈറസ് ഇൻഫെക്ട് ചെയ്ത ബാക്ടീരിയയുടെ ഡി എൻ എ റേഡിയോ ആക്റ്റീവ് ആയില്ല. കാരണം എന്താ? അവരുടെ പ്രോട്ടീൻ കോട്ടാണ് റേഡിയോ ആക്റ്റീവ് ആയിരുന്നത്. വൈറസിന്റെ പ്രോട്ടീൻ കോട്ട് ബാക്ടീരിയയുടെ അകത്ത് കയറിയിട്ടില്ല, അതുകൊണ്ട് ആ ബാക്ടീരിയ റേഡിയോ ആക്റ്റീവ് ആയി മാറിയില്ല. ഇതാണ് റിസൾട്ട്. അപ്പോൾ ദിസ് ഇസ് ദ സ്റ്റെപ്സ്: ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ ഇൻഫെക്ഷൻ നടന്നു, 2 തരം ബാക്ടീരിയോഫേജ് ഇൻഫെക്ട് ചെയ്ത്, ഇതിൽ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ആയിരുന്നു, ഇതിൽ ഡി എൻ എ റേഡിയോ ആക്റ്റീവ് ആണ്. ബ്ലെൻഡിങ് നടത്തി, ഫൈനൽ കിട്ടിയ റിസൾട്ട് എന്താ? പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ആയതിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സെൽസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ബാക്ടീരിയ റേഡിയോ ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ സൂപ്പർ നേറ്റന്റിൽ വൈറസ് സെൽസിൽ റേഡിയോ ആക്റ്റീവ് കണ്ടിരുന്നു. ഇനി ഈ ഡി എൻ എ റേഡിയോ ആക്റ്റീവ് ആയതിൽ അത് സെൻട്രിഫ്യൂഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്ടീരിയൽ സെൽസ് റേഡിയോ ആക്റ്റീവ് ആയിട്ട് കാണാൻ സാധിച്ചു. പക്ഷേ സൂപ്പർ നേറ്റൻ മുകളിൽ വന്ന ലിക്വിഡ് റേഡിയോ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലായി ഈ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യപ്പെടുന്നത്, ഇൻഫെക്ഷൻ നടക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് ക്ലിയർ ആയി. സോ ഈ എക്സ്പെരിമെന്റ്സിനെ തുടർന്ന് we have to understand what are the properties of a genetic material. എന്തൊക്കെയാണ് ഒരു ജനറ്റിക് മെറ്റീരിയലിന് വേണ്ട പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇറ്റ് ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക. അതിൻ്റെ റെപ്ലിക്ക, അതിൻ്റെ അതേപോലത്തെ രൂപത്തിനെ ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവുള്ളതായിരിക്കണം ഒരു ജനറ്റിക് മെറ്റീരിയൽ. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് കെമിക്കൽ ആൻഡ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് മ്യൂട്ടേഷൻസ് നീഡഡ് ഫോർ എവല്യൂഷൻ. ആൻഡ് വാട്ട് ഈസ് മ്യൂട്ടേഷൻ? സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ചസ്, അതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയാം. പെട്ടെന്നുണ്ടാവുന്ന ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയാം. മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ, മ്യൂട്ടേഷനുള്ള ഒരു സാധ്യതയുള്ള
മെറ്റീരിയൽ ആയിരിക്കണം. ദെൻ എബിലിറ്റി ടു എക്സ്പ്രസ് ആസ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ മോളിക്യൂൾ മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് ഗ്രിഗർ മെൻഡൽ പറഞ്ഞ പോലെ എക്സ്പ്രസ് അതിൻ്റെ ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു മോളിക്യൂള് മാത്രമേ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. Then now we can see the reasons for stability of DNA. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. DNA ഉള്ള ബേസ് നൈട്രജൻ ബേസ് തൈമിൻ ഉണ്ടെന്ന് പഠിച്ചു. DNA ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പെൻഡോസ് ഷുഗറിൽ ഹൈഡ്രോക്സിൽ 2' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആബ്സെൻ്റ് ആണെന്ന് പഠിച്ചു. ദെൻ ഇൻ RNA DNA നിന്ന് വളരെ ഓപ്പോസിറ്റ് ആണ്. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. DNA thymine ഉണ്ട്, but in RNA thymine is absent, but instead of thymine it has uracil. Then DNA 2' പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഷുഗറിൽ പെൻഡോസ് ഷുഗറിൽ ഇല്ല, but in the case of RNA പെൻഡോസ് ഷുഗറിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് 2' പൊസിഷനിൽ ഉണ്ട്. അപ്പോൾ DNA ലെസ് റിയാക്റ്റീവ് ആണ്, RNA ഹൈലി റിയാക്റ്റീവ് ആണ്. ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ DNA കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ ലെസ് റിയാക്റ്റീവ് ആവാനുള്ള കാരണങ്ങളാണ് ഇറ്റ് ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ്, ഇറ്റ് ഹാസ് തൈമിൻ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് 2' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻ ഷുഗർ. Thus we can understand that RNA is unstable. So RNA unstable ആയതുകൊണ്ട് RNA വൈറസസ് പെട്ടെന്ന് മ്യൂട്ടേഷൻ സംഭവിക്കും, പെട്ടെന്ന് ഇവല്യൂഷൻ നടക്കും. അതുകൊണ്ടാണ് പലപ്പോഴും വൈറസസിനുള്ള മെഡിസിൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. DNA strands are complementary. കോംപ്ലിമെൻ്ററി ആണെന്ന് നമ്മൾ സാലൈൻ ഫീച്ചേഴ്സിൽ പഠിച്ചു. ഒരു രണ്ട് സ്ട്രാൻഡ്സ് ഉണ്ടെന്നും അല്ലെങ്കിൽ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് കൊണ്ടാണ് DNA ഉണ്ടാക്കിയിരിക്കുന്നതെന്നും 2 ചെയിൻസും കോംപ്ലിമെൻ്ററി ആണെന്നും. അതായത് ഇവിടെ അഡനിൻ ആണ് ബേസ് എങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ തൈമിൻ ആണ്, ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ ഗ്വാനിൻ ആണ്, അത് പെയർ ചെയ്യുന്നു എന്നൊക്കെ പഠിച്ചു. ഓൺ ഹീറ്റിംഗ് ദേ സെപ്പറേറ്റ്. ഹീറ്റ് ചെയ്യുമ്പോൾ അത് 2 ചെയിൻസും സെപ്പറേറ്റ് ചെയ്യും. ഇൻ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ് ദേ കം ടുഗദർ. അപ്പോൾ അതിന് വേണ്ട ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻസ് വന്നാൽ, ഫേവറബിൾ കണ്ടീഷൻസ് വന്നാൽ അത് അടുത്തേക്ക് വന്ന് ബോൺഡ്സ് ഫോം ചെയ്യും. ഇൻ ഗ്രിഫിത്ത്സ് എക്സ്പെരിമെൻറ്റ്, ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ സം പ്രോപ്പർട്ടീസ് ഓഫ് DNA ഓഫ് ദ ഹീറ്റ് കിൽഡ് ബാക്ടീരിയ ഡിഡ് നോട്ട് ഡിസ്ട്രോയ്. നമ്മൾ പഠിച്ചു ഹീറ്റ് കില്ല് ചെയ്തെങ്കിലും എസ്ട്രെയിനെ ഹീറ്റ് കില്ല് ചെയ്തെങ്കിലും അതിലെ ജനറ്റിക് മെറ്റീരിയലിന് യാതൊരു നാശവും സംഭവിച്ചില്ല എന്ന് ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം DNA ഈസ് മോർ സ്റ്റേബിൾ. ഹീറ്റ് കില്ല് ചെയ്തപ്പോഴും അല്ലെങ്കിൽ ചൂടാക്കിയപ്പോഴും DNAക്ക് നാശമൊന്നും സംഭവിച്ചില്ല. സോ ഇറ്റ് ഈസ് വെരി മച്ച് സ്റ്റേബിൾ ദാൻ RNA. സോ ഇതിൽ നിന്ന് കൺക്ലൂഷൻ ഇതൊക്കെയാണ്. ഫോർ ദ സ്റ്റോറേജ് ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ DNA ഈസ് ബെറ്റർ ഡ്യൂ ടു ഇറ്റ്സ് സ്റ്റെബിലിറ്റി. അപ്പോൾ ജനറ്റിക് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ ബെറ്റർ DNA ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ RNA. പക്ഷേ ജനറ്റിക് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അതായത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ RNA ആണ് ബെറ്റർ. കാരണം RNA ക്യാൻ ഡയറക്ട്ലി കോഡ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. RNAക്ക് പ്രോട്ടീൻ സിന്തസിസിന് ഡയറക്ട്ലി കോഡ് ചെയ്യാം. ആ പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. അതുകൊണ്ട് ക്യാരക്ടേഴ്സ് ഈസിലി എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ DNAക്ക് RNAയുടെ സഹായത്തോടെ മാത്രമേ പ്രോട്ടീൻ സിന്തസിസ് സാധിക്കുള്ളൂ. DNAയിലത്തെ മെസ്സേജസ് RNAയുടെ സഹായത്തോടെ മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യാൻ DNAക്ക് സാധിക്കുള്ളൂ. സോ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ഐഡൻറ്റിഫൈ ചെയ്ത് RNA ആയിരുന്നു. RNA is a genetic material. ചില വൈറസസിലൊക്കെ RNA ജനറ്റിക് മെറ്റീരിയൽ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ്. റിയാക്ഷൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, സ്പീഡപ്പ് ചെയ്യാനായിട്ട് RNA സഹായിക്കുന്നുണ്ട്. എസെൻഷ്യൽ ലൈഫ് പ്രോസസ് ഇവോൾവ് അറൗണ്ട് RNA. അപ്പോൾ എല്ലാ ലൈഫ് പ്രോസസ്സും RNAയുടെ ചുറ്റുമാണ് ഉണ്ടായത്. ഇനി DNA ഓൾസോ ഇവോൾവ് ഫ്രം RNA ഫോർ സ്റ്റെബിലിറ്റി. അപ്പോൾ ഏതൊരു മോളിക്യൂളും കുറച്ചും കൂടി സ്റ്റേബിൾ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ശ്രമിക്കും. അങ്ങനെ RNA കുറച്ച് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് RNAയിൽ നിന്ന് DNA ഇവോൾവ് ആയി എന്നാണ് പറയപ്പെടുന്നത്. സോ നെക്സ്റ്റ് വി ക്യാൻ സി ദ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക്. ആ സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്ത് ഫ്രാൻസിസ് ക്രിക്ക് എന്ന സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ദ ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്ലോസ് ഫ്രം DNA ടു RNA ടു പ്രോട്ടീൻ. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ. DNAയിലത്തെ മെസ്സേജ് RNAയിലേക്ക് കൊടുക്കുന്നു, RNAന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു. ഇതാണ് ജനറ്റിക് ഇൻഫോർമേഷൻ്റെ ഫ്ലോ. അപ്പോൾ DNA ഇറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. DNAതായ രൂപത്തിന് ഉണ്ടാക്കാൻ സാധിക്കും. ദെൻ ബൈ ദ പ്രോസസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ DNA ക്യാൻ പാസ് ദ മെസ്സേജസ് ടു RNA.
RNA ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനെ ഈ ഫുൾ സ്റ്റെപ്പിനെയാണ് സെൻട്രൽ ഡോഗ്മ. ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും DNA-യിലത്തെ മെസ്സേജസും എക്സ്പ്രസ്ഡ് ആവുന്നത്. ഫ്രം ദ DNA മെസ്സേജസ് ആർ transcribed to RNA. From RNA that is translated to protein. Then protein ആയിട്ടാണ് ബോഡിയിൽ എക്സ്പ്രസ്ഡ് ആവുക. പക്ഷേ ഇൻ സം വൈറസസ്, ചില വൈറസസിൽ ഈ ഇൻഫോർമേഷൻ റിവേഴ്സ് ഡിറക്ഷനിൽ നടക്കും. അതായത് ഫ്രം RNA ടു DNA. ആ പ്രോസസ്സിന് നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. HIV ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, എയ്ഡ്സ് ഉണ്ടാക്കുന്നതാണ്. അവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് നടക്കുന്നത്. ഇറ്റ് ക്യാൻ അണ്ടർഗോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ചില വൈറസിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അവിടെ RNA എന്ന മെസ്സേജസ് DNA-യിലേക്ക് ഇൻഫോർമേഷൻസ് ഫ്ലോ ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് ദ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഈ പോർഷൻ എൻഡ് ചെയ്യാണ്. സോ സെക്കൻഡ് പോർഷൻ വി ക്യാൻ സീ ഇൻ നെക്സ്റ്റ് ക്ലാസ്.